അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു മുഅ്മിൻ എന്ന നിലക്ക് നമുക്കൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. എല്ലാവരോടും അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നാളെ റബ്ബ് ചോദിക്കും. എന്താണ് ഉത്തരവാദിത്തം? നല്ല കാര്യങ്ങളിലേക്ക് ആളുകളെ ക്ഷണിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പണ്ഡിതന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, അവരൊക്കെയും പല വിഷയങ്ങളിലും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. പൊതുവെ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്ന ഒരു ചുറ്റുപാടുണ്ട്. എന്താണ്? ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ആളുകൾ നന്നാവില്ല, ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല, പ്രസംഗിച്ചിട്ട് കാര്യമില്ല, ഉപദേശിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ കാര്യമില്ല എന്ന് ചില ആളുകളിൽ നിരന്തരമായൊക്കെ കേൾക്കൽ ഉണ്ട്. നാട്ടിൽ പൊതുവെ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് ഉപകാരപ്പെടണം എന്ന് വിചാരിച്ചുകൊണ്ട് പഠന ക്ലാസ്സുകളോ വാതുകളോ പ്രസംഗങ്ങളോ പ്രഭാഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകളെന്ന് പറയപ്പെടുന്ന ചിലരിൽ നിന്ന്, എല്ലാവരുമല്ല, ചിലരിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഇവിടെ അങ്ങനെ ഒരു കാര്യം, അതുകൊണ്ടൊന്നും കാര്യമില്ല, ഒന്നും ഉണ്ടാവില്ല, ഒന്നാളും നന്നാവില്ല, ആരും വരൂല, ആരും കേൾക്കില്ല, ആരെങ്കിലും കേട്ടോ, ആരെങ്കിലും നന്നായോ എന്ന് നമ്മളോട് ചോദിക്കില്ല. നമ്മളോടല്ല ചോദിക്കുക, നിങ്ങളത് എത്തിച്ചോ, ജനങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചിട്ടുണ്ടോ എന്നാണ് അള്ളാഹു നമ്മോട് ചോദിക്കുക. എത്തിക്കാനുള്ള ബാധ്യത നമുക്കുള്ളൂ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് അള്ളാഹു പറഞ്ഞു? ഖുലിൽ ഹഖ്, നബി അങ്ങ് ഹക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഉദ്ദേശിക്കുന്നവർ ഫല്യുമിൻ, വിശ്വസിക്കട്ടെ, അല്ലെങ്കിൽ അവിശ്വസിക്കട്ടെ. ഇതാണ് ഖുർആനിൻ്റെ അധ്യാപനം. കഴിഞ്ഞുപോയ പ്രവാചകന്മാർ മുഴുവനും ഇങ്ങനെ തന്നെയാണല്ലോ പ്രവർത്തിച്ചിട്ടുള്ളത്. 1,24,000-ഓളം പ്രവാചകന്മാർ വന്നിട്ടുണ്ടെങ്കിലും ആ പ്രവാചകന്മാർ അവരൊക്കെ നബിമാരാണ്. അതിൽ മുർസലുകളായിട്ടുള്ളത് 313-ഓളം വരുന്ന ആളുകൾ. അതിൽ തന്നെ ഉലുൽ അസ്മ് എന്ന് പറയുന്ന കുറച്ച് പേര്. ഇങ്ങനെയാണ് പ്രവാചകന്മാരുടെ അവരുടെ സ്ഥാനങ്ങൾ ഇങ്ങനെയാണ്. എന്തായാലും നാം പറഞ്ഞു വരുന്നത്, നമുക്ക് ഉള്ള ഉത്തരവാദിത്തം സത്യം പറയുക എന്നുള്ളതാണ്. നൂഹ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു താല അങ്ങനെയാണല്ലോ പറഞ്ഞത്. പ്രവാചകന്മാരെ അള്ളാഹു അയച്ചത് എന്തിനാണ്? ജനങ്ങളിലേക്ക് സത്യ സന്ദേശം എത്തിച്ചു കൊടുക്കാനാണ്. അള്ളാഹു താല നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ഇസ്ലാമിക പ്രബോധനം നടത്തിയിട്ട് കുറഞ്ഞ ആളുകൾ, 100 പേര് പോലും ഒത്തില്ല എന്നാണ് തഫ്സീറിൽ കാണുന്നത്. 80ഓളം ആളുകൾ, അവരുടെ കുടുംബവും, ഇത്രയേ ആളുകൾ ഉണ്ടായുള്ളൂ എന്നു വേണ്ട. ഒന്നും കൂടെ നമ്മൾ അവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, നൂഹ് നബിയുടെ ഒരു ഭാര്യയും മകനും വിശ്വസിച്ചില്ല. ഒരു പ്രവാചകൻ്റെ ഭാര്യയും മകൻ വരെ ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ചില്ല. അപ്പോൾ പ്രബോധനം അല്ലെങ്കിൽ സത്യം ആളുകളോട് പറയാം എന്നുള്ളത്, ആളുകൾ എത്രത്തോളം ഇത് വിശ്വസിക്കുന്നു, ഇത് സ്വീകരിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടല്ല, ജനങ്ങളിലേക്ക് നമ്മൾ ആ കാര്യം എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാം ഇത്രത്തോളം വർഷങ്ങൾ പ്രബോധനം ചെയ്തപ്പോൾ ഒരു കാര്യം നൂഹ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞു. എന്താണ് അള്ളാഹു പറഞ്ഞത്?
ഇന്നഹു ലൻ യുഅ്മിന മിൻ ഖൗമിക ഇല്ലാ മൻ ഖദ് ആമന. പ്രവാചകരെ, നൂഹ് പ്രവാചകരെ, ഇപ്പോൾ അങ്ങെക്കൊണ്ട് വിശ്വസിച്ച ആളുകളല്ലാത്ത പുതിയ ആളുകൾ ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല. ഇനി നിങ്ങൾ പ്രബോധനം ചെയ്താലും ആളുകളൊന്നും വിശ്വസിക്കൂല. അപ്പം നൂഹ് നബി അലൈഹി സ്വലാം ദുആ ചെയ്യുക ചെയ്തത്. എന്താ ദുആ ആയിരുന്നു? റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. അള്ളാഹു ഈ ഭൂമിൻ്റെ മുകളിൽ നിഷേധികളായ ആളുകൾ നീ ബാക്കി വെക്കരുത്. അപ്പോൾ അള്ളാഹു താല നൂഹ് നബി ദുആയിരുന്നപ്പോൾ അള്ളാഹ് സ്വീകരിച്ചു. പ്രവാചകൻ്റെ പ്രാർത്ഥന അത് തട്ടിക്കളിയില്ല. അതാ പ്രവാചകന്മാരുടെ പ്രത്യേകത. അവരല്ലാഹിനോട് ചോദിച്ചതൊക്കെ അള്ളാഹു അവർ കൊടുത്തു. അപ്പോൾ അള്ളാഹു താല വഹി അറിയിച്ചു, അനിസ്ലയിൽ ഫുൽക്ക്, നമുക്ക് കപ്പലുണ്ടാക്കിക്കോളൂ. അവരെ നശിപ്പിക്കാൻ പോവാണ്. തുഫാൻ വെള്ളപ്പൊക്കം വരാൻ പോവാണ്. രക്ഷപ്പെട്ടവർക്കൊരു ഒരു സംരക്ഷണം എന്ന നിലക്ക് അവർ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്കൊരു കപ്പലുണ്ടാക്കണം. ആദ്യമായി കപ്പലുണ്ടാക്കിയത് നൂഹ് നബി അലൈഹി സ്വലാമാണ്. വലിയ കുന്നിൻ്റെ മുകളിലാണ് കപ്പലുണ്ടാക്കിയത്. അവിടേക്ക് വരെ വെള്ളം എത്തി. ഭാര്യയോട് പറഞ്ഞു, മകനോട് പറഞ്ഞു, അവർ കയറിയില്ല. മകനെ വിളിച്ചത് ഖുർആൻ പറയുന്നുണ്ട്, യാ ബുനയ്യ ഇർകം മഅന, പൊന്നുമോനെ ഇതിൽ കയറിക്കോ. ഇതിൽ കയറിയാൽ രക്ഷയുള്ളൂ, ഇതിൽ കയറിയില്ലെങ്കിൽ രക്ഷയല്ല. അപ്പം ബാപ്പാനോട് മകൻ പറഞ്ഞ്, ബാപ്പ ഞാൻ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊള്ളാം. അപ്പം മകനോട് ബാപ്പ ഒന്നുകൂടി പറഞ്ഞു, പൊന്നുമോനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല, ഇത് ഭയാനകരമായ ശിക്ഷ വരാൻ പോവാണ്. നോക്കൂ, ഇവിടെ എന്താണ് സംഭവിച്ചത്? നൂഹ് നബി അലൈഹി സ്വലാം എപ്പോഴാണ് ദുആയിരുന്നത്? ഇനി ആരും വിശ്വസിക്കൂല എന്ന് പറഞ്ഞപ്പോൾ. യഥാർത്ഥത്തിൽ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്, നമ്മൾ ഒരു പ്രബോധകൻ അല്ലെങ്കിൽ സത്യം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആൾ, സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ഇനി വിശ്വസിക്കോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. ഈ വിവരം, ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചു. വിടവാങ്ങൽ പ്രഭാഷണത്തിൻ്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ ഹജ്ജാണ്. പിന്നെ നബി തങ്ങൾ ഹജ്ജിൽ പങ്കെടുത്തിട്ടില്ല. മുത്തുനബി തങ്ങൾ ആ ഹജ്ജിൽ അറഫ മരുഭൂമിയിൽ ഒരുമിച്ച് കൂടിയ സ്വഹാബി സമൂഹത്തോട് എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഈ കാര്യം എത്തിക്കാത്ത, ഇത് മനസ്സിലാക്കാത്ത, ഇതറിയാത്ത, ഇതെത്താത്ത ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കണം. അത് നിങ്ങൾ ചെയ്യണം. ഇനി ഇത് കേട്ട സഹാബത്ത് എന്താ ചെയ്തത്? അവർ ലോകത്തിൻ്റെ വിവിധങ്ങളായ നാടുകളിലേക്ക് അവർ സഞ്ചരിച്ചു. അവർ പല രാജ്യങ്ങളിലേക്ക് പോയി. അവിടെയൊക്കെ ദീൻ അവരെത്തിച്ചു, സന്ദേശം അവരെത്തിച്ചു. ഈ നന്മ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ജനങ്ങൾ അത് കൈകെട്ടി സ്വീകരിക്കും എന്നൊന്നും ഇല്ല. പക്ഷെ നമുക്ക് ഇത് പറയാനുള്ള ഉത്തരവാദിത്തമാണ്. ആരെയും നിർബന്ധിപ്പിച്ച് നമുക്ക് ചെയ്യേണ്ടതില്ലല്ലോ. അങ്ങനെ സ്വഹാബത്ത് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ മുൻഗാമികൾ നമുക്ക് മാതൃകയില്ലല്ലോ. നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഈ ഒരു കാര്യം, നല്ല ആളുകൾക്ക് അവർക്ക് നന്മയുടെ വഴികൾ തുറന്നു കൊടുക്കുക, അതിലൊരു പിശുക്ക് കാണിക്കാതിരിക്കുക. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഈ വിവരങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് വിനയത്തോട് അറിയിക്കുന്നു, വിനയത്തോട് ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.